Hi friends, welcome to TraceKTU. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൊറിയർ സീരീസിന്റെ ഓർഡർ ഓർ ഈവൻ ഫംഗ്ഷന്റെ പ്രോബ്ലംസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു ക്ലാസ് ആണിത്. ഇതിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസ് നോക്കാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Find the Fourier series representation of f of x is equal to x square in minus pi comma pi and deduce that 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square etc. is equal to pi square by 12. ഇത് 2024 ജൂണിലെ അതായത് ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2021 ഡിസംബറിൽ 2019 സ്കീമിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2015 സ്കീമിൽ 5 കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയറിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വരുന്ന പരീക്ഷയിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമോ എന്ന് അറിയില്ല, എന്നാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ലാസ്റ്റ് എക്സാമിനുള്ളതായിരുന്നു. ഇവിടെ സീരീസ് ഫോം ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. ഇതൊരു നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്, സീരീസ് എങ്ങനെ ഫോം ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ ഫൊറിയർ കൺവെർജൻസ് തിയറം എന്ന് പറയുന്ന ഒരു പുതിയ തിയറം പഠിക്കുന്നുണ്ട്. അതിനുശേഷം അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരീസ് ഒക്കെ ഫോം ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അത് നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് എല്ലാം നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സൊല്യൂഷൻ, പീരീഡ് എന്താണ്, പീരീഡ് 2l ഇസിക്കൽ ഇവിടെ എന്ത് കിട്ടുന്നു 2π ആണ്. അതിൽ നിന്ന് l ഇസിക്കൽ π എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ തന്നിട്ടുള്ള എന്താണ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മുടെ എന്താണ് ഫൊറിയർ സീരീസിന്റെ ഫോം എങ്ങനെയായി മാറുന്നത്, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എ നോട്ട് ബൈ 2a പ്ലസ് ഈവൻ ആകുമ്പോൾ ബി എൻ 0 ആണ് അല്ലേ. അപ്പൊ എ നോട്ട് ബൈ 2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity a n cos n pi x by l. എല്ലിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ ഈ പൈയും വെട്ടിപ്പോയിട്ട് a നോട്ട് ബൈ 2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity a n cos n x എന്നായി മാറി. ഇനി നമുക്ക് a നോട്ട് കാണാം. a നോട്ടിന്റെ ഫോർമുല എന്താ, 2 by pi, 2 by l അല്ല, അപ്പൊ 2 by pi ഇന്റഗ്രൽ 0 to pi f of x dx. f of x എന്താ x സ്ക്വയർ ആണ്, x സ്ക്വയർ dx which is equal to 2 by pi x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ് x cube by 3 0 to pi which is equal to എന്ത് കിട്ടുന്നു 2 by pi into pi cube by 3 എന്ന് കിട്ടുന്നു. ഇതും പോയി, ഇവിടെ 2 വന്നു. അപ്പോൾ 2 pi square by 3 എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ a നോട്ട് നമുക്ക് 2 pi square by 3 കിട്ടി. ഇനി a n കാണാം. a n എങ്ങനെ കാണാം, a നും ഇതേ ഫോർമുല 2 by l ആണ്. അപ്പൊ 2 by pi ഇന്റഗ്രൽ 0 to pi l അല്ല 0 to pi ആണ്. 0 to pi f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് x സ്ക്വയർ ഇൻറ്റു കോസ് n pi x by l ആണ്. അപ്പൊ n pi x by pi by പോയിട്ട് കോസ് n x dx എന്നായി മാറും. ഇനി നമ്മൾ എന്താ നമ്മള് ബെർണോളിസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ 2 by pi എക്സ് സ്ക്വയർ അതേപോലെ എഴുതുന്നു. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ ആണ്. സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2x ആണ്. 2x ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ പ്ലസ് ഇട്ടിട്ട് 2 ഇൻറ്റു മൈനസ് കോസിന്റെ എന്താണ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് കഴിഞ്ഞു 0 to pi which is equal to 2 by pi x square sin nx by n plus 2x into cos nx by n square minus 2 into sin nx by n cube 0 to pi. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പൊ 2 by pi അപ്പർ ലിമിറ്റ് എന്താണ്, എക്സിന്റെ അവിടെ കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് 2 ഇൻറ്റു പൈ. അപ്പൊ 2 പൈ കോസ് എൻ പൈ
by n square minus 2 into sin n pi by n cube ഇത് കഴിഞ്ഞു മൈനസ് 0 കൊടുക്കുമ്പോൾ എന്താണ് എക്സിൻ്റെ അവിടെ 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ടൈം 0 ആയി പോകും മൈനസ് മൂന്നാമത്തെ ടൈം സൈൻ 0യുടെ വാല്യൂ 0 അപ്പോൾ 0 പ്ലസ് 0 മൈനസ് 0 ഓക്കെ ഓക്കെ ആയല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്താൽ മതി സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ് കോസ് എൻ പൈയുടെ വാല്യൂ -1/n ആണ് ഇത് 0 ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 2/π 2π -1/n ഡിവൈഡഡ് ബൈ n സ്ക്വയർ ബാക്കിയുള്ള എല്ലാം പോയി ഈ പയ്യും പോയി പയ്യും പോകത്തില്ലേ പോയി 4 into -1/n ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫോറിയർ സീരീസ് അപ്പോൾ എങ്ങനെ എഴുതാം f of x is equal to a0/2 അല്ലേ അപ്പോൾ 2π സ്ക്വയർ ബൈ 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് summation n is equal to 1 to infinity 4 into -1/n divided by n square cos nx എന്നാണ് കിട്ടുന്നത് അതായത് ഇവിടുത്തെ ഈ 2ഉം ഇവിടുത്തെ ഈ 2ഉം വെട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈ സ്ക്വയർ ബൈ 3a പ്ലസ് summation n is equal to 1 to infinity 4 into -1/n divided by n square cos nx ആണ് f of x നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമുക്കിവിടെ അവരൊരു സീരീസ് ഡെഡ്യൂസ് ചെയ്യാനും കൂടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ടില്ല അപ്പോൾ ആ സീരീസ് നമ്മൾ ഫോം ചെയ്യണം ഇനി അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ ഈ സീരീസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫൊറിയർ കൺവെർജൻസ് തിയറം വെച്ചിട്ടാണ് ഈ സീരീസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഫൊറിയർ കൺവെർജൻസ് തിയറം അപ്പോൾ അതൊന്ന് നോക്കാം ഫൊറിയർ കൺവെർജൻസ് തിയറം എന്താണെന്ന് നോക്കാം അടുത്തൊരു ചെറിയൊരു ഹെഡിങ് ആയിട്ട് ഫൊറിയർ കൺവെർജൻസ് തിയറം ഒരു സെക്കൻഡ് ഇപ്പുറത്തെ സൈഡിലോട്ട് എഴുതാം നമുക്ക് ഫൊറിയർ കൺവെർജൻസ് തിയറം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് സോൾവ് ചെയ്ത് എഴുതാം ഓക്കെ ഫൊറിയർ കൺവെർജൻസ് തിയറം ഹെഡിങ് എഴുതാം അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് എന്നും എഫ് ഡാഷ് ഒരു ഫംഗ്ഷൻ സപ്പോസ് എഫ് എന്താണ് സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവെൽ -l ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആയാൽ അതായത് ഞാനത് ഡെഫിനിഷനായിട്ട് എഴുതിയാൽ നമുക്കിപ്പോൾ അതെങ്ങനെയാണ് ഇഫ് എഫ് ഓഫ് എക്സ് വിത്ത് പീരീഡ് 2π if f of x with period 2π is piecewise continuous in -π less than or equal to x less than or equal to π and has a left hand and right hand derivative then the Fourier series a0/2a plus summation n is equal to 1 to infinity നമുക്ക് കോമൺ ആയിട്ട് എഴുതാം an cos nx plus bn sin nx of f of x is
കൺവെർജന്റ്. ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിന്റെ പീരീഡ് 2π ആണ്. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീസ് വൈസ് കണ്ടിന്യൂസും ആണ്. -π to π എന്ന് പറയുന്ന ഇന്റർവെല്ലാണ് പീസ് വൈസ് കണ്ടിന്യൂസ് ആകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അങ്ങനെ ആയാൽ ഈ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൺവെർജന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവെർജന്റ് ആകുമ്പോൾ, ഇപ്പോൾ ഫൊറിയർ സീരീസ് കൺവെർജന്റ് ആകുമ്പോൾ ഇതിന്റെ സം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, അതാണ് സംഭവം. അപ്പോൾ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് എഴുതാം? എഴുതിയതിനു ശേഷം the Fourier series converges to f of x at all points. The Fourier series converges. The Fourier series converges to f of x at all points where f is continuous and to f of x plus f of x minus by 2 at all point where f is discontinuous. f is discontinuous ആണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യും. എന്താണ്? കണ്ടിന്യൂസ് ആകുമ്പോൾ, എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ. ഇനി എഫ് ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മുടെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എങ്ങോട്ടാ കൺവെർജ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൺവെർജ് ചെയ്യുന്നത്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുമ്പോൾ, എഫ് ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എഴുതി നിർത്തിയേക്കുന്ന ഫൊറിയർ സീരീസിന്റെ അവിടെ മുതൽ നമ്മൾ താഴോട്ടിന് ചെക്ക് ചെയ്യാൻ പോവാം. കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാം. അപ്പോൾ ഞാൻ ആ ഒരു പോർഷനിലേക്ക് പിന്നെ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മൾ ലാസ്റ്റ് എഴുതി നോക്കിയത്. നമുക്ക് സീരീസ് ഫോം ചെയ്യണം. അപ്പോൾ സീരീസ് ഫോം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ ഇന്റർവെൽ എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -π to π ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു -π എന്ന് എഴുതുന്നു, ഇവിടെ π എന്ന് എഴുതുന്നു. ഈ ഒരു ഇന്റർവെല്ലിന്റെ ഇടയിലുള്ള പോയിന്റുകളിലെല്ലാം നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആകുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മുടെ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നത്. ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മുടെ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂവസും ഈ പോയിന്റിൽ അതായത് ഇത് ഒഴികെയുള്ളതാണ്, ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. ഈ രണ്ട് പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഇവിടെ ഒരു സീരീസ് ഫോം ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എടുത്തിട്ട് നമ്മൾ ആ സീരീസിനകത്ത് കൊടുത്തു നോക്കാം. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x = 0 എന്ന് കൊടുക്കാം. നമ്മൾ മുകളിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ വാല്യൂവിന്റെ അവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. അതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എക്സിലേക്ക് തന്നെയാണ് കൺവെർജ് ചെയ്യുക. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് അതേപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി.
ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് വരുമ്പോൾ നമ്മൾ എന്താണ് സീറോ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു പൈ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരു സീരീസെ ഫോം ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലെ സീരീസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, എളുപ്പമാണ് ഈ സംഭവമൊക്കെ, എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തു, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0 എടുത്തു. put x is equal to 0 in equation number 1. put x is equal to 0 in equation number 1. അപ്പോൾ എന്താകുന്നു, f of x is equal to, sorry, f of 0 അല്ലേ, f of 0, x ന്റെ അവിടെ 0 എടുക്കാന്ന് പറഞ്ഞാൽ f of 0 is equal to pi square by 3 plus summation n is equal to 1 to infinity 4 by n square minus 1 raised to n cos 0 എന്നാണ് കിട്ടുന്നത്. f of 0 0 ആണ്. 0 is equal to pi square by 3 plus ആ 4 എടുത്ത് വെളിയിട്ടാൽ summation n is equal to 1 to infinity minus 1 raised to n into 1 by n square എന്നാണ് കിട്ടുന്നത്. cos 0യുടെ വാല്യൂ 1 അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ ഈ പൈ സ്ക്വയർ ബൈ 3 ഉണ്ടല്ലോ റൈറ്റ് സൈഡിലുള്ള, അതെടുത്ത് ലെഫ്റ്റിലോട്ട് ഉണ്ടായ മൈനസ് പൈ സ്ക്വയർ ബൈ 3 is equal to 4 into summation n is equal to 1 to infinity minus 1 raised to n 1 by n square എന്ന് കിട്ടുന്നു. ഈ 4നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടുന്നു, മൈനസ് പൈ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടുന്നു. മൈനസ് പൈ സ്ക്വയർ ബൈ 12 which is equal to, ഇനി സീരീസ് ഫോം ചെയ്യുക. എന്നിന് നമ്മൾ 1 2 കൊടുത്ത് സീരീസ് ഫോം ചെയ്ത് എന്നിന് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 ഇൻറ്റു 1 ബൈ 1 സ്ക്വയർ പ്ലസ് അടുത്തതോ 1 ഇൻറ്റു 1 ബൈ 2 സ്ക്വയർ, അടുത്തതോ മൈനസ് 1ന്റെ ക്യൂബ് അല്ലേ, അപ്പൊ മൈനസ് 1 ബൈ 3 സ്ക്വയർ, അടുത്തതോ പ്ലസ് 1 ബൈ 4 സ്ക്വയർ, അടുത്തതോ മൈനസ്, ഇങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഫസ്റ്റ് ടൈം മൈനസ് ആയിരുന്നു അല്ലേ, മൈനസ് 1 ബൈ 1 സ്ക്വയർ ആവുന്നത്. മൈനസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ മൈനസ് ഇട്ടു. ഇനി എന്താ, മൈനസ് 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 2 സ്ക്വയർ മൈനസ് 1 ബൈ 3 സ്ക്വയർ, ഇങ്ങനെ പോവാം. നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്, ഒരു മൈനസ് എടുത്ത് വെളിയിലിട്ടു. അപ്പൊ മൈനസ് പൈ സ്ക്വയർ ബൈ 12 റൈറ്റ് സൈഡിൽ നിന്ന് ഒരു മൈനസ് അതിനകത്ത് എടുത്ത് വെളിയിലിട്ടാൽ എന്ത് കിട്ടുന്നു, 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞു പോവാം. ഈ രണ്ട് സൈഡിലെ മൈനസ് കട്ടായി. നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു, തിരിച്ചെഴുതിയ 1 ബൈ 1 സ്ക്വയർ മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, 5 സ്ക്വയർ ബൈ 12 എന്ന് കിട്ടുന്നു. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് എളുപ്പമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സീരീസ് തരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന, ഇതിപ്പോ നിങ്ങളുടെ ഏറ്റവും അവസാനം നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് സീരീസ് ഫോം ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ നിങ്ങൾക്ക് മറ്റൊരു സീരീസ് കൂടി കണ്ടുപിടിക്കാൻ തന്നെ, ഇതിന് 2 സീരീസ് കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഇസിക്കല് പൈ ആണ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ. അപ്പൊ എക്സ് ഇസിക്കല് പൈ ഇതിനകത്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു, എഫ് ഓഫ് പൈ എന്ന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഏത് പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ബൈ 2ലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എഫ് ഓഫ് പൈ പ്ലസ് എഫ് ഓഫ് പൈ മൈനസ് ബൈ 2ലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ജനറലി എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ബൈ 2 എന്നാണ് എഴുതുക. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് വരുമ്പോൾ ഈ ഒരു ഫോർമുല തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 5 സ്ക്വയർ ബൈ 3a പ്ലസ്
summation n is equal to 1 to infinity 4 by n square into minus 1 raised to n into cos n pi എന്നല്ലേ വരുന്നത് cos n pi യുടെ വാല്യൂ എന്താണ് -1 raised to n അല്ലേ അപ്പോൾ -1 raised to n -1 raised to n എന്താവുന്നു -1 raised to 2n ആവുന്നു ഇവിടെ എന്താ വരുന്നത് f of pi plus f of pi minus by 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ f of x എന്താണെന്ന് അറിയാം f of x എന്താ x സ്ക്വയർ അല്ലേ അപ്പോൾ f of pi plus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള പൈയുടെ വാല്യൂ ഇവിടെ കൊടുക്കണം എക്സിന് കൊടുക്കണം അപ്പോൾ പൈ സ്ക്വയർ എന്ന് കിട്ടും എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എക്സിന് എടുക്കുക അപ്പോൾ മൈനസ് പൈൻ്റെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും അതും പോസിറ്റീവ് ആയിട്ട് പൈ സ്ക്വയർ അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നു പൈ സ്ക്വയർ കിട്ടി ആദ്യത്തേത് രണ്ടാമത്തേതും പൈ സ്ക്വയർ കിട്ടി ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്താണ് 2 പൈ സ്ക്വയർ ബൈ 2 അല്ലേ ഞാൻ എഴുതിക്കോട്ടെ 2 പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഒന്ന് വെയിറ്റ് ചെയ്യുക ഈസ് ഈക്വൽ ടു നമ്മൾ സീരീസ് ഫോം ചെയ്യണേ മുമ്പ് ചെയ്ത പോലെ തന്നെ എളുപ്പമാണ് ഇതും വെട്ടിപ്പോയി 2 ആണ് വെട്ടിപ്പോകുന്നത് പൈ സ്ക്വയർ ഉണ്ട് പൈ സ്ക്വയർ ബൈ 3 പ്ലസ് ആ 4 എടുത്ത് വെളിയിൽ ഇട്ടു സമ്മേഷൻ n is equal to 1 to infinity 1 by n സ്ക്വയർ ഇത് കണ്ടോ -1 raised to n -1 raised to n കൂടെ എന്തായി മാറുന്നു -1 raised to 2n ആയി മാറും ഈ -1 raised to 2n ന്റെ വാല്യൂ എന്താണ് 1 ആണ് അത് അറിയാത്തവർ എഴുതി വെക്കാം -1 raised to 2n ന്റെ വാല്യൂ 1 ആണ് അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം ഇപ്പുറത്ത് പൈ സ്ക്വയർ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു പൈ സ്ക്വയർ ബൈ 3 ഇല്ലേ അതിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും അപ്പോൾ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 ആയിട്ടുണ്ട് 4 ഇൻറ്റു സമ്മേഷൻ n is equal to 1 to infinity 1 by n സ്ക്വയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ സീരീസ് ഫോം ചെയ്താൽ പോലെ -1 raised to n -1 raised to n -1 raised to 2n ആയി -1 raised to 2n ന്റെ വാല്യൂ 1 ആണ് അപ്പോൾ 1 by n സ്ക്വയർ ഇൻറ്റു 1 എന്താണ് 1 by n സ്ക്വയർ ആണ് അങ്ങനെയാണ് ഇതൊക്കെ എഴുതിയത് ഇത് സോൾവ് ചെയ്ത് 3 പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 is equal to 4 4നെ വേണമെങ്കിൽ ഇപ്പുറത്തോട്ടുണ്ട് അപ്പോൾ 4 ഇൻറ്റു 3 ഡിനോമിനേറ്ററിൽ അപ്പോൾ ഒരു 4ഉം കൂടെ അങ്ങ് കൊടുത്തേക്ക് അല്ല അടുത്ത സ്റ്റെപ്പ് എഴുതിയാലും മതി അടുത്ത സ്റ്റെപ്പിൽ എഴുതാല്ലേ ഇനി സീരീസ് ഫോം ചെയ്ത് 1 by 1 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോവാം അപ്പോൾ എന്ത് കിട്ടുന്നു 2 പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 ഇത് വെട്ടിപ്പോടെ 6 വന്നു അല്ലേ 6 അല്ലേ വരുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം 1 by 1 സ്ക്വയർ പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലെ സീരീസ് ഇതായിരുന്നു കിട്ടുക നമ്മുടെ ക്വസ്റ്റ്യനകത്ത് കണ്ടിന്യൂസിലേത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഡിസ്കണ്ടിന്യൂസിലേത് കാണാൻ പറഞ്ഞിട്ടില്ല കാണാൻ പറയുവാണെങ്കിൽ മാത്രം നമ്മൾ ഡിസ്കണ്ടിന്യൂസ് കൂടി കണ്ടുപിടിക്കേണ്ടതാണ് പഴയ സ്കീമിലൊക്കെ 3 സീരീസ് ആയിരുന്നു ചോദിച്ചത് ഇനിയിപ്പോൾ ഒരു സീരീസും കൂടെ അവർ തരും എന്നിട്ട് അത് എങ്ങനെ കണ്ടുപിടിക്കാം ഈ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് കിട്ടിയ സീരീസും ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് കിട്ടിയ സീരീസും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ മൂന്നാമത്തെ സീരീസ് നിങ്ങൾക്ക് അത്രയും വലിയതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻ -π, π ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്താണ് -π to π ഇന്റർവെൽ വരുമ്പോൾ നമ്മൾ പീരീഡ് എന്താണ് വരുന്നത് പീരീഡ് 2l is equal to 2π l is equal to π ആണ് ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ഓഡ് ഫംഗ്ഷൻ ആണ് ഈവൻ ഫംഗ്ഷൻ ആണ് നോക്കണം അപ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ കിടക്കുന്നത് ഇതിന്റെ എഫ് ഓഫ് മൈനസ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി
മൈനസ് എക്സ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നത് മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നത് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പൊ ഇതെന്താണ് ഇതെന്താ ഓടാണോ ഈവൻ ആണോ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ ഓടാണോ ഈവൻ ആണോ നമുക്ക് ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മൾ എങ്ങനെയാണോ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോർമൽ എന്താ എഫ് ഓഫ് എക്സ് എഴുതുന്നു. ഇവിടെ എൽ ഈക്വൽ ടു പൈ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താകുന്നു പൈ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്നൊക്കെ എഴുതുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഴുതുക എ നോട്ട് ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ്. ഈ സമ്മേഷൻ കോമൺ ആയിട്ട് വേണമെങ്കിൽ എടുത്ത് എഴുതാം കേട്ടോ. അതായത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാമേ എ നോട്ട് ബൈ 2 സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്ന് എഴുതാം. ഇനി നമ്മൾ ഫംഗ്ഷൻ എന്താണ് എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. എ നോട്ട് കാണുന്നു. എ നോട്ട് എങ്ങനെ കാണാം എ നോട്ട് ഇസ് ഈക്വൽ ടു 1 ബൈ എൽ അതായത് 1 ബൈ പൈ. ഇവിടെ ഓഡിന്റെ ഈവന്റ് ഒന്നും ഇല്ല. നോർമൽ ആയിട്ടുള്ള ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ 1 ബൈ എൽ ഇന്റഗ്രൽ സി ടു സി പ്ലസ് 2 എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ല. അപ്പൊ 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രലും കാണുന്നു. അപ്പൊ എക്സിന്റെ എന്താണ് എക്സ് സ്ക്വയർ ബൈ 2 എക്സ് ക്യൂബ് ബൈ 3 മൈനസ് പൈ ടു പൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ വലിയൊരു ബ്രാക്കറ്റ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു പൈ കൊടുത്തിട്ടുള്ള ഇത് എഴുതുന്നു. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് പൈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 മൈനസ് പൈ കൊടുക്കുമ്പോൾ എക്സിന്റെ അവിടെ മൈനസ് പൈ കൊടുക്കുമ്പോൾ മൈനസ് പൈന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ പൈ സ്ക്വയർ തന്നെ വരും അല്ലേ. പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് എന്നാ വരുന്നത്. അപ്പൊ പ്ലസ് പൈ ക്യൂബ് ആയി പ്ലസ് പൈ ക്യൂബ് ബൈ 3 എന്നായി. Which is equal to 1 by pi pi square by 2 minus pi cube by 3 minus pi square by 2 minus pi cube by 3. വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടി ഇതും വെട്ടി. അപ്പോൾ 1 by pi 2 pi cube by 3 എന്ന് എഴുതും. 1 by pi മൈനസ് 2 pi cube ആണ്. മൈനസ് 2 pi cube by 3. അതെങ്ങനെ കിട്ടിയത് ഇവിടെ മൈനസ് പൈ ക്യൂബ് എന്താ മൈനസ് 2 pi cube ആയി. ഇവിടുത്തെ ഒരെണ്ണം പോയി. അപ്പൊ ആൻസർ എന്ത് കിട്ടുന്നു മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടുന്നു എ നോട്ട്. ഇനി എന് നമുക്ക് വേണം. എന്റെ ഫോർമുല എന്താണ് 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്താ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആയി. എല്ലിന്റെ അവിടെ പൈ കൊടുത്തിട്ട്. അപ്പൊ 1 ബൈ പൈ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം. നമ്മൾ ഈ കോസ് എൻ എക്സ് ഉണ്ടല്ലോ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ടേമായിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇന്റഗ്രൽ എന്താണ് മൈനസ് പൈ ടു പൈ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടുന്നു. രണ്ടാമത്തെ ഇന്റഗ്രൽ എന്താ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം എന്തറിയാം എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ എന്നും ഇതെന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷൻ എന്നും അറിയാം. ഇതെന്താണ് ഒരു ഈവൻ ആണ്. ഇതെന്താണ് ഒരു ഈവൻ ആണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്താണ് ഓഡാണെന്ന് അറിയാം. ഓഡ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്ത് പ്രോപ്പർട്ടിയാണ് പഠിച്ചത് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ.
0 ആയിരിക്കും if f of x is odd. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇവിടെ ഓഡ് എന്നല്ലേ കിട്ടും. അപ്പൊ ഈ ഒരു ഇന്റഗ്രലിന്റെ ആൻസർ എന്താ? 0 കിട്ടും. ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ആൻസർ അപ്പൊ 0 ആയി. അപ്പൊ നമ്മൾ അടുത്ത് താഴെ എഴുതുവാണേ. ഫിസിക്കല് 1/π ആദ്യത്തെ അപ്പൊ 0 ആയി മാറി. 0 മൈനസ് രണ്ടാമത്തെ എന്താ? ഈവൻ ഇൻറ്റു ഈവൻ അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഡി എഴുതിയേക്കുന്ന പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് 2 ഇൻറ്റു, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ, ഇവിടെ എന്താ കിട്ടും? 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് എടുത്ത് വെള്ളിലിട്ടാൽ ആ -2 എടുത്ത് വെള്ളിലിട്ടാൽ -2/π ഇന്റഗ്രൽ 0 ടു പൈ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു -2/π എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ -2x ഇൻറ്റു മൈനസ് കോസ് എൻ ബെർണോളീസ് ആണ് എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 ടു പൈ. കറക്റ്റ് അല്ല ഇന്റഗ്രേഷൻ ചെയ്തതെന്ന് ചെക്ക് ചെയ്യട്ടെ. എക്സ് കോസ് എക്സിൻ്റെത് സൈൻ എൻ എക്സ്, സൈനിൻ്റെത് മൈനസ് കോസിന്റെ സൈൻ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ഇപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് ഇതിനകത്തുള്ള സൈൻ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം കൊടുക്കുക. അപ്പൊ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ ഇതെന്തായി മാറും? പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ -2 സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ് 0 ടു പൈ. ഇനി നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് എക്സിന്റെ അവിടെ പൈയും, ആദ്യം അപ്പർ ലിമിറ്റ് എക്സിന്റെ അവിടെ പൈ കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് എന്താ? എക്സിന്റെ അവിടെ 0 ഉണ്ട്. അപ്പൊ -2/π ആണ്. എക്സിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് 2π കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ -2 സൈൻ എൻ പൈ ബൈ എൻ ക്യൂബ് ലോവർ ലിമിറ്റോ 0 പ്ലസ് 0 മൈനസ് 0. ഇനിയിപ്പോ വാല്യൂസ് ഒക്കെ അറിയാമല്ലോ. സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. കോസ് എൻ പൈയുടെ വാല്യൂ എന്താ? -1/n ആണ്. ഇതും 0 ആണ്. അപ്പോൾ 0 വരുന്ന അടുത്ത സ്റ്റെപ്പിൽ എടുത്തെഴുതണ്ട. ബാക്കി വാല്യൂസ് ഉള്ളത് മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എടുത്തെഴുതിയാണ്. -2/π വെയിറ്റ് ചെയ്യുക. -2/π 2π -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. പൈയും പോയി. -4 -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ 4 ഇൻറ്റു -4 നിങ്ങൾക്ക് 4 ഇൻറ്റു -1 എന്ന് എഴുതാം. -1/n ഡിവൈഡ് ബൈ n സ്ക്വയർ. ഈ -1ന്റെ പവർ എന്താണ്? 1 ആണ്. അപ്പൊ ഈ -1ന്റെ ഒരു -1/1 ഉണ്ട്, -1/n ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു -1/n പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ, ഡിവൈഡ് ബൈ n സ്ക്വയർ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് an ഇതെന്ന് കിട്ടി. ഇനി bn എങ്ങനെ എഴുതാം? bn is equal to 1/π ഇന്റഗ്രൽ -π to π x minus x square into sin nx dx എന്നാണ് വരുന്നത്. which is equal to 1/π സ്പ്ലിറ്റ് ആക്കുമ്പോൾ എന്താ? -π to π x into sin nx dx മൈനസ് -π to π x square into sin nx dx. ഇതെന്ത് കിട്ടുന്നു? ഓടാണ്. ഇത് ഓടാണ്, ഇത് ഈവൻ ആണ്, ഇത് ഓടാണ്. അപ്പോൾ ഈവൻ ഇൻറ്റു ഓടെന്നാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം ആണ്, അതായത് ഈ ഒരു ടേം ആണ് 0 ആയി മാറുന്നത്. ഇപ്പുറത്തേത് 0 അല്ല. അപ്പോൾ എന്ത് കിട്ടുന്നു? അവിടെ ആ പ്രോപ്പർട്ടി അപ്ലൈ അല്ലേ? 1/π ഇൻറ്റു 2 ഇൻറ്റു 0 to π x sin nx dx.
ഇനി സോൾവ് ചെയ്ത് 2/π x ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0 to π. Which is equal to 2/π minus x into cos nx by n plus sin nx by n square 0 to π. ഇനിയിപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. 2/π അപ്പർ ലിമിറ്റ് എന്താണ്? മൈനസ് പൈ കോസ് എൻ പൈ ബൈ എൻ പ്ലസ് സൈൻ എൻ പൈ ബൈ എൻ സ്ക്വയർ ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 + 0 എന്നാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, എന്തറിയാം? ഇതിന്റെ ആൻസർ എന്താ? -1/n. ഇത് 0 എന്ന് പറയും, കൊടുത്താൽ മതിയല്ലേ. അപ്പൊ എന്ത് കിട്ടുന്നു? ഇവിടെ പയ്യും പോയില്ലേ, ഒരു -2 ഉണ്ട്. -2 -1/n ഡിവൈഡ് ബൈ n, അതായത് 2 × -1/n+1/n എന്ന് എഴുതാം. അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായി മാറുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 അല്ലേ. a0 എന്തായിരുന്നു? -2π² by 3 ആയി, -2π² by 3 ഇൻറ്റു ഓൾറെഡി ഒരു 2 ഉണ്ടല്ലേ, a0/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞. an എന്താണ്? 4 × -1/n+1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു കോസ് nx പ്ലസ് 2 × bn എന്താണ്? 1/n n+1 ഡിവൈഡഡ് ബൈ n സൈൻ nx ആണ്. ഓക്കെ, ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻ ദ ഇന്റർവൽ -5 to π ആണ്. അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോൾ bn 0 ആണെന്നറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ bn 0 ആണെന്നറിയാം. നമ്മുടെ ഫൊറിയർ സീരീസ് പീരീഡ് എന്താണ്? പീരീഡ് L = π ആണ്. അപ്പോൾ ഫൊറിയർ സീരീസ് എന്തായി മാറുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an cos nx എന്നായി മാറും. ഇത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചാൽ മതി. a0 കാണണം. a0ന്റെ ഫോർമുല എന്താണ്? 2/π ഇന്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് dx. അതായത് നിങ്ങൾക്കറിയാം, ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള -x ലെസ് ദാൻ മോഡ് എക്സിന്റെ വാല്യൂ -x വരും അല്ലേ. -x എങ്ങനെയാ വരുന്നത്? -x എവിടെ വരും? -π ലെസ് ദാൻ x ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ -x ഉം x 0 ലെസ് ദാൻ x ലെസ് ദാൻ π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ x ആയിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ എന്താണ്? ഇപ്പൊ ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കേണ്ടതാണ്. മോഡ് എക്സ് വരുവാണെങ്കിൽ ഈ ഒരു ഫോമിലാണ്. അപ്പോൾ x അങ്ങ് കൊടുത്താൽ മതി. 0 to π ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ x, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കുവാണേ, എഫ് ഓഫ് എക്സ് x ആണ്. 2/π 0 to π x ആണ്, x dx ഫിസിക്കൽ എന്ത് കിട്ടുന്നു? x²/2 എന്ന് കിട്ടുന്നു. 2/π x²/2 0 to π which is equal to 2/π എക്സിന്റെ അവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π²/2 പയ്യും പോയി, ഈ 2 ഉം 2 ഉം പോയി, ആൻസർ എന്ത് കിട്ടുന്നു? π എന്ന് കിട്ടുന്നു. ഒരു പയ്യേ പോകത്തോളെ, ഫുൾ പയ്യേ അല്ല പോകുന്നത്. അപ്പോൾ π is equal to π²/2 × 2/π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π എന്ന് കിട്ടുന്നു. ഇനി അടുത്ത് an കാണാല്ലേ, an
എൻ എന്താ വരുന്നത് 2/π ഇന്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് എന്താ വരുന്നത് എക്സ് കോസ് എൻ എക്സ് അല്ലേ എക്സ് കോസ് എൻ എക്സ് എഴുതിക്കൊള്ളുക. ഡി എക്സ് ഇനി ബെർണോളിസ് വെച്ചിട്ട് ഇത് ചെയ്താൽ മതി, എളുപ്പമാണ്. 2/π എക്സ് ഇൻറ്റു കോസ് എൻ എക്സിന്റെ എന്താണ് വരുന്നത് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. -1 ഇൻറ്റു സൈൻ എൻ എക്സിന്റെ എന്താ വരുന്നത് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. 0 to π വിച്ച് ഈസ് ഈക്വൽ ടു 2/π എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ 0 to π കൊടുക്കുമ്പോൾ 2/π ആണ്. 2/π അപ്പർ ലിമിറ്റ് എന്താണ് എക്സിന്റെ അവിടെ പൈ കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ മൈനസ് ഇതെന്ത് കിട്ടുന്നു 0 പ്ലസ് 1/n സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓവർ ലിമിറ്റ് കൊടുത്തപ്പോൾ സൈൻ എൻ പൈയുടെ വാല്യൂ എന്താണ് 0, കോസ് എൻ പൈ എന്താണ് -1/n ആണ്. അപ്പോൾ 2/π -1/n divided by n square -1/n square is equal to 2/πn square -1/n -1. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഫൊറിയർ സീരീസിനകത്തോട്ട് കൊടുക്കണമല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 അല്ലേ. അപ്പൊ a0 എന്താ പൈ ആയിരുന്നു. അപ്പൊ π/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity 2/πn square -1/n -1 -1/n ഇൻറ്റു ഒരു കോസ് എൻ എക്സ് കൂടിയുണ്ട്. നമുക്ക് ഇവിടെ ഒരു സീരീസ് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഇന്റർവെൽ എന്താ -π π ഇടയിലല്ലായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താ വരുന്നത് 0 കൊടുക്കുമ്പോഴത്തേക്ക് എഫ് ഓഫ് 0 0 കിട്ടുന്നു. അതായത് നമ്മൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ കോസിന്റെ ടേമാണ് കിടക്കുന്നത്. കോസിന്റെ ടേം അല്ലെ. കോസിന്റെ ടേം നമുക്കിപ്പോ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കോസിന്റെ ടൈം കിടക്കുമ്പോൾ കോസ് 0 അകത്തോട്ട് കയറ്റുമ്പോൾ കോസ് 0യുടെ അവിടെ എക്സിന്റെ അവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു രണ്ടാമത്തെ ടൈമില് അകത്തെ കാര്യമാണ് പറയുന്നത്. ഇതിപ്പോ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എഫ് ഓഫ് 0 0 ഇസ് ഈക്വൽ ടു വെയിറ്റ് ചെയ്യുക. ബോർഡ് സ്ട്രക്ക് ആയി നിൽക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, എഴുതാം. നോക്കൂ, എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു π/2 പ്ലസ് ആ വെളിയിലോട്ട് എടുത്തിട്ട് 2/π എടുത്ത് വെളിയിലിട്ടുക. 2/π എടുത്ത് വെളിയിലിട്ടു. സമ്മേഷൻ n is equal to 1 to infinity 1/n square 2/π summation n is equal to 1 to infinity 1/n square
മൈനസ് 1/n മൈനസ് 1 കോസ് 0 1 ആണ്. ഈ π/2 ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് π/2 ആയി. 2/π സമ്മേഷൻ n is equal 1 to infinity 1/n square into minus 1/n minus 1. ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് കിട്ടുന്നു? ഇപ്പുറത്ത് വരുമ്പോൾ എന്താ തിരിഞ്ഞു വരും അല്ലേ? മൈനസ് π²/2 4 എന്ന് കിട്ടുന്നു. മൈനസ് π²/4. ഇനി എന്നിന് നമ്മൾ 1 2 ഒക്കെ കൊടുത്ത് നോക്കും. ഫസ്റ്റ് ടൈം അപ്പോൾ എന്ത് കിട്ടുന്നു? 1/1² ഇൻറ്റു മൈനസ് 1/1 എന്താ? മൈനസ് 1. അപ്പോൾ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 പ്ലസ് അടുത്ത ടൈം എന്തായി മാറുന്നു? 1/2² എന്നിന് 2 കൊടുക്കുമ്പോൾ മൈനസ് 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആവും. 1 മൈനസ് 1 0 പ്ലസ് അടുത്ത എന്ത് കിട്ടുന്നു? 3² ഇൻറ്റു മൈനസ് 2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാം. ഇവിടെ നിങ്ങൾ നോക്കി, മൈനസ് 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്ത് നമുക്ക് വെളിയിടാം. അപ്പോൾ ആ മൈനസ് 2 എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/1² പ്ലസ് 1/3² പ്ലസ് അടുത്ത ടൈം ഉണ്ടായിരുന്ന 1/5² വന്നേ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോവാം. ഇനി മൈനസ് 2 നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടുന്നു? മൈനസ് π²/4 ഇൻറ്റു മൈനസ് 2 എന്ന് കിട്ടുന്നു. മൈനസും മൈനസും പോയിട്ട് മൈനസും പോയി അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² എക്സെട്ര വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? 1/1² പ്ലസ് 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? ഇത് π²/8 എന്നല്ലേ ലെഫ്റ്റ് സൈഡിൽ കിട്ടി. അത് നേരെ തിരിച്ച് ഞാൻ എഴുതിയതാണ്. π²/8 ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം നമ്മൾ ഫോം ചെയ്യാൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, obtained Fourier series for the function f of x is equal to mod sin x minus π less than x less than π. ഇത് 3 തവണ KTയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം ചോദിച്ചത് 2021 ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ് സൈൻ എക്സ് മോഡ് വരുന്ന എല്ലാം എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസിക്കൽ മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. മോഡ് സൈൻ എക്സ്, മോഡ് എക്സ് അല്ല, മോഡ് സൈൻ എക്സ് ആണ്. മോഡ് സൈൻ എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. Therefore, f of x is an even function. It's an even function. Fourier series of f of x is എങ്ങനെ ആവുന്നു? Fourier series of f of x f of x is equal to, ഇവിടെ പീരീഡ് എന്താണ്? പൈ ആണ്. പീരീഡ് പൈ, പീരീഡ് 2l is equal to 2π, l is equal to ആണ്. പീരീഡ് 2l is equal to 2π, l is equal to π എന്നാണ് പറഞ്ഞത്. l is equal to π ആണ്. അപ്പോൾ f of x is equal to a0/2a പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos n π x π l. അപ്പോൾ എല്ലിൻ്റെ അവിടെ പൈ എടുക്കുമ്പോൾ cos nx എന്നായി. ഇനി ഓരോ ടൈമും നമ്മൾ കണ്ടുപിടിക്കണം. a0 കാണണം, an കാണണം. a0 എങ്ങനെ കാണുന്നു? a0 2/π ഇന്റഗ്രൽ 0 to π f of x എന്താണ്? sin x dx which is equal to 2/π ഇന്റഗ്രൽ sin x മൈനസ് cos x, ഇന്റഗ്രൽ sin x മൈനസ് cos x. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കുക. മൈനസ് cos x 0 to π, ആ മൈനസ് എടുത്ത് വെളിയിൽ കിട്ടും. മൈനസ് 2/π cos x നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos π മൈനസ് cos 0 മൈനസ് 2/π cos പൈയുടെ വാല്യൂ -1 ആണ്. -1
കോസ് 0 1 അല്ലേ, അപ്പോൾ മൈനസ് കോസ് 0 -1. അപ്പോൾ എന്ത് കിട്ടുന്നു? -2/π ഇൻറ്റു -2 എന്ന് കിട്ടുന്നു. 4/π എന്ന് ഉത്തരം. ഇനി ഇതേപോലെ നമ്മൾ an കാണും. an-ന്റെ ഫോർമുല an എന്താണ്? 2/π ഇന്റഗ്രൽ 0 to π mod sin x cos nx dx which is equal to 2/π integral 0 to π sin x cos nx dx which is equal to 2/π. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രലിനകത്ത് മറ്റേ n-ന്റെ ടൈം വരുന്നോ ആദ്യം അത് നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ cos nx sin x dx 0 to π. cos a sin b എന്താണ്? 1/2 sin of a plus b മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. എന്ത് കിട്ടുന്നു? 1/2 വെയിറ്റ് ചെയ്യുക. ആ 2/π ഇന്റഗ്രൽ 0 to π 1/2 സൈൻ ഓഫ് എ പ്ലസ് ബി എന്നല്ല, അപ്പോൾ സൈൻ ഓഫ് n+1 x മൈനസ് സൈൻ ഓഫ് n-1 x dx. ഈ 2 വെട്ടിപ്പോയി, ബാക്കി 1/π ഇന്റഗ്രൽ 0 to π സൈൻ ഓഫ് n+1 x മൈനസ് സൈൻ ഓഫ് n-1 x dx. ഇതിന്റെ ഇന്റഗ്രൽ എന്താ? അപ്പോൾ സൈൻ്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് ഓഫ്, ഇപ്പോൾ എഴുതാം 1/π മൈനസ് കോസ് ഓഫ് n+1 x ഡിവൈഡഡ് ബൈ n+1 മൈനസ് കോസ് ഓഫ് n-1 x ഡിവൈഡഡ് ബൈ n-1 0 to π 1/π മൈനസ് കോസ് ഓഫ് n+1 x ഡിവൈഡഡ് ബൈ n+1 പ്ലസ് കോസ് ഓഫ് n-1 x ഡിവൈഡഡ് ബൈ n-1 0 to π. ലോവർ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 1/π അപ്പർ ലിമിറ്റ് മൈനസ് കോസ് ഓഫ് n+1 π ഡിവൈഡഡ് ബൈ n+1 ഇത് എന്നാണ്, പ്ലസ് കോസ് ഓഫ് n-1 π ഡിവൈഡഡ് ബൈ n-1 അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1/n+1 മൈനസ് ഉള്ളതാണ്. അടുത്തത് പ്ലസ് 1/n-1. മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്കറിയാം. എന്താ? കോസ് ഓഫ് മൈനസ് കോസ് ഓഫ് n+1 π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1/n+1 π അല്ലേ. 1/π മൈനസ് കോസ് ഓഫ് n+1 പൈക്ക് പകരം നമുക്ക് എന്തെടുക്കാം? -1/n+1 π കൊടുക്കാം. അതായത് കോസ് n π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n. അപ്പോൾ കോസ് ഓഫ് n+1 π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1/n+1 മുമ്പേ നമ്മൾ പറഞ്ഞത്. പ്ലസ് ഇത് എന്ത് വരുന്നു? -1/n-1 ഡിവൈഡഡ് ബൈ n-1. ഇത് പ്ലസ് 1/n+1 മൈനസ് 1/n-1 ബ്രാക്കറ്റ് ഫുൾ ഓപ്പൺ ആക്കിയതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/π. ഇത് കണ്ടോ? ഇതിന്റെ ഈ ഒരു ടൈം കണ്ടോ? ഈ -1/n+1 ഉണ്ടല്ലോ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? -1/n -1 എന്ന് എഴുതാൻ പറ്റുമോ? -1/1 എന്ന് എഴുതാം. ഈ മൈനസ് കൂടെ എന്തായി മാറും? ഈ മൈനസും ഈ മൈനസും വേണ്ടേ?
ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഈ മൈനസും കൂടെ പോസിറ്റീവായി. അപ്പോൾ -1/n മാത്രമായി മാറും. അപ്പൊ ഞാൻ ഇത് എഴുതുവാണേ, -1/n ഡിവൈഡ് ബൈ n + 1 ആയി. അടുത്തത് ഈ -1/n - 1 എന്താ, -1/n ആയി മാറും. അപ്പൊ -1/n ഡിവൈഡ് ബൈ n - 1 ആയി. അടുത്തതോ, അടുത്ത അതേപോലെ നമുക്ക് എന്തെഴുതാം, ഇത് ക്രോസ് ചെയ്യാം അല്ലേ, പ്ലസ് ഇട്ട് ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടുന്നു, n - 1 മൈനസ് n - 1 എന്ന് കിട്ടുന്നു. അപ്പോൾ എന്നും പോയിട്ട് -2 ബൈ n സ്ക്വയർ - 1 സ്ക്വയർ, അതായത് n സ്ക്വയർ - 1 എന്ന് കിട്ടും. ഇവിടെ നോക്കി, ഇവിടെ 1/π, ഈ -1/n നമുക്ക് വെളിയിലെടുക്കാൻ പറ്റത്തില്ലേ? നോക്കി, ആദ്യത്തെ 2 ടേമിൽ നിന്നാണ് -1/n എടുത്ത് വെളിയിലിട്ടാൽ, അത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ തന്നെയാണ് വെളിയിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. ആദ്യത്തെ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ടുള്ള -1/n എടുത്തിട്ടാൽ, അപ്പൊ അതിനകത്ത് എന്ത് കിട്ടുന്നു, 1/n + 1 അല്ലേ, 1/n + 1 -1/n - 1 -2 ബൈ n സ്ക്വയർ - 1 എന്ന് കിട്ടും. ഈ സ്ക്വയർ, ഈ എന്താ, ഈ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടേണ്ട ഈ ഒരു ടേം ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, ഈ ഒരു ടേം, ഈ ടേമിന്റെ ആൻസർ എന്താ, -2 ബൈ n സ്ക്വയർ - 1 എന്ന് തന്നെയല്ലേ സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് അതിന് പകരം നമുക്ക് അത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ 1/π -1/n -2 ബൈ n സ്ക്വയർ - 1 മൈനസ് അടുത്ത ടൈം -2 ബൈ n സ്ക്വയർ - 1. ഈ ഒന്നാമത്തെ ടൈമിൽ രണ്ടാമത്തെ ടൈമിൽ ഒരു -2 ബൈ n സ്ക്വയർ + 1 ഉണ്ടല്ലോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് മൈനസ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം, പ്ലസ് ഇട്ട്. അപ്പൊ മൈനസ് എടുത്ത് വെളിയിട്ടാൽ 1/π -2 ബൈ n സ്ക്വയർ - 1 എടുത്ത് വെളിയിട്ടാൽ -1/n + 1 എന്നായി മാറും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ n നോട്ട് ഈക്വൽ ടു 1 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ കണ്ടോ, n സ്ക്വയർ - 1 എന്നല്ല, അപ്പൊ n നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, a1 സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ a1 എന്താ വരുന്നത്, a1 2/π ഇന്റഗ്രൽ 0 to π sin x cos x എന്നാ വരുന്നത്, sin x cos x dx എന്നാ വരുന്നത്. h = എന്ത് എഴുതാം, 2/π sin 2x by 2 എന്നല്ലേ, 2/π sin 2x ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ sin 2x by 2, ഇന്റഗ്രൽ sin 2x by 2 dx 0 to π. അപ്പോൾ ആ 2 2 വെട്ടിപ്പോകും. sin 2x ഇന്റഗ്രൽ 1/π ഉണ്ട്, 1/π എടുത്ത് വെളിയിട്ട്, 1/π വെളിയിൽ ഒരു 1/π ഉണ്ട്. എന്ത് കിട്ടുന്നു, ഇന്റഗ്രൽ 0 to π sin 2x dx എന്നല്ലേ, അപ്പോൾ cos 2x cos 2x by 2 എന്ന് കിട്ടും, cos 2x by 2 0 to π. ഇനിയിപ്പോ നമ്മള്
എന്ത് ചെയ്യണം? വിച്ച് ഇസ് ഈക്വൽ ടു 1/π മൈനസ് എടുത്ത് വേണമെങ്കിൽ എഴുതിട്ട് ആ 2 എടുത്ത് എഴുതിട്ട് അല്ലെ മൈനസ് അവിടെ കിടന്നത് മൈനസ് കോസ് 2π മൈനസ് കോസ് 2π മൈനസ് മൈനസ് അപ്പോൾ പ്ലസ് കോസ് 0 മൈനസ് കോസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് 2π 1 അപ്പോൾ മൈനസ് 1 പ്ലസ് 1 0 ആയി പോകും അല്ലേ? അപ്പോൾ a1 0 ആയി പോവേ. അപ്പോൾ നമ്മൾ a നോട്ട് എന്താണ്? f of x is equal to a നോട്ട് എന്താണ്? a നോട്ട് by 2 അല്ലേ? അപ്പോൾ 4/2π പ്ലസ് സമ്മേഷൻ n is equal to 2 to ഇൻഫിനിറ്റി 2 മുതൽ അങ്ങ് കൊടുത്താൽ മതി. എന്തായിരുന്നു? 2/π മൈനസ് 2/π 1/n² മൈനസ് 1 ഇൻറ്റു മൈനസ് 1/n+1 ഇൻറ്റു എന്ത് കിട്ടുന്നു? കോസ് nx എന്ന് കിട്ടും. ഇതാണ് ആൻസർ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. താങ്ക് യു.